भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പൊന്നുഗുരുവായൂരപ്പനായി മിന്നിത്തിളങ്ങുന്ന ഭാഗവത സ്വരൂപി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 719 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 86 അധ്യായം, അതിൽ 44 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാനെ വിരുന്നു സൽക്കാരത്തിനായി ക്ഷണിച്ച ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ഭാര്യയോടും സ്വജനങ്ങളോടും മക്കളോടൊക്കെ കൂടി ഭഗവാനെ സ്വീകരിച്ച് പൂജിച്ച് ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാന്റെ ആ തൃപാദപത്മങ്ങളെ തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെച്ച് തലോടിക്കൊണ്ട് സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. ശ്രുതദേവൻ പറയുന്നു, നാദ്യനോ ദർശനം പ്രാപ്ത പരം പരമപൂരുഷ യർഹീദം ശക്തിഭിസൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാ. പരമപുരുഷ ത്വം അദ്യപരം, അവിടുന്ന് ഇപ്പോ മാത്രം, ന ദർശനം പ്രാപ്ത, ഞങ്ങൾക്ക് ദർശനത്തെ പ്രാപ്തനല്ല, ഇപ്പൊ മാത്രമല്ല ഞങ്ങൾക്ക് മുമ്പിൽ കാണപ്പെട്ടതെന്നാണ്. കാരണം യർഹി ഇതം ശക്തിഭി, എപ്പോഴാണോ ഇതിനെ സ്വശക്തികളെ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ആത്മസത്തയാ പ്രവിഷ്ട, ആത്മസത്ത കൊണ്ട് അതിലേക്ക് കടന്നു. സ്വശക്തികളാണ് ആകാശാദി തന്മാത്രകൾ. അതിനെ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരമാർത്ഥസ്വരൂപമായ ആത്മാവായി ലോകത്തിലേക്ക് എപ്പോഴാണോ അങ്ങ് പ്രവേശിച്ചത് അന്നു മുതൽ ഞങ്ങൾക്ക് അവിടുന്ന് ദർശനം തന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് ഇപ്പോഴല്ല ദർശനം തന്നത്, അല്ലെങ്കിൽ ദൃശ്യനായത്, എത്രയോ കാലങ്ങളായി അവിടുന്ന് ഞങ്ങൾക്ക് ദർശനം തന്നുകൊണ്ടിരിക്കുന്നു. യഥാ ശയാന പുരുഷോ മനസൈവാത്മമായയാ സൃഷ്ടുവാ ലോകം പരം സ്വാപ്നമനുവിശ്യാവഭാസത്തെ.
ശയാനഹ പുരുഷ, ശയിക്കുന്ന പുരുഷൻ, ആ നാരായണൻ ആത്മമായയാ മനസ ഏവ, ആത്മാവായ അവിടുത്തെ തന്നെ മായ കൊണ്ട്, ആ മായയാകുന്ന മനസ്സിനാൽ സ്വപ്നം പരം ലോകം, സ്വപ്നമായി തന്നെ ഇരിക്കുന്ന ലോകത്തെ സൃഷ്ടിച്ചിട്ട് അനുവിശ്യ, അതിലേക്ക് അന്വേഷിച്ചിട്ട് യഥാ അവഭാസത്തെ, അങ്ങനെ എങ്ങനെയാണോ പ്രകാശിക്കുന്നത്. ഇപ്പൊ മായ കൊണ്ട് ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ചു, അതിൽ ആത്മാവായി പ്രവേശിച്ചു. അവിദ്യ കൊണ്ട് ജീവസൃഷ്ടമായ സ്വപ്നത്തെയും അതിൽ ജീവൻ പ്രവേശിച്ചതിനെയും ദൃഷ്ടാന്തമായി പറയുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ ആത്മാവിൻ്റെ മായാശക്തി സ്വരൂപമായ മനസ്സുകൊണ്ട് സ്വപ്നങ്ങളെ അല്ലെങ്കിൽ സ്വപ്ന പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് സ്വദേഹമായും സ്വപ്ന പദാർത്ഥങ്ങളായും അതിൽ രണ്ടിലും ഉള്ള ചേതസ്സായും എങ്ങനെയാണോ പ്രകാശിക്കുന്നത്, അതേപോലെ ഭഗവാനെ ശ്രീകൃഷ്ണ പരമാത്മൻ അവിടുന്ന് അങ്ങയുടെ ശക്തിയാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകത്തിലെ പദാർത്ഥങ്ങളായി അതിൻ്റെ അന്തർഗതമായിരിക്കുന്ന ചൈതന്യമായും അവിടുന്ന് തന്നെ മിന്നിത്തിളങ്ങുന്നു. അവിടുന്ന് അല്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. ശൃണ്വതാം ഗതതാം ശശ്വതാർച്ചതാം ത്വാഭിവന്ദതാം നൃണാം സംവദതാം അന്തർഹൃദി ഭാസ്യമലാത്മനാം. ത്വാ ശൃണ്വതാം, അങ്ങയെ കേൾക്കുന്നവരും, ഗതതാം പറയുന്നവരും, ശശ്വത് എപ്പോഴും, അർച്ചതാം അർച്ചിക്കുന്നവരും, അഭിവന്ദതാം അഭിവന്ദിക്കുന്നവരും, സംവദതാം സംവാദം ചെയ്യുന്നവരുമായ അമലാത്മനാം നൃണാം നിർമ്മലാത്മാക്കളായിരിക്കുന്ന ആ മനുഷ്യരുടെ ഹൃദയത്തിൽ അങ്ങ് മിന്നിത്തിളങ്ങുന്നു. അവിടുത്തെ ഭക്തന്മാരുടെ ഉള്ളിൽ അങ്ങ് എപ്പോഴും ഉണ്ട് എന്നാണ്. അവിടുത്തെ കഥകൾ കേൾക്കുക, ശ്രവണം, കീർത്തനം, അവിടുത്തെ കുറിച്ച് കീർത്തിക്കുക, അവിടുത്തെ വന്ദിക്കുക, എപ്പോഴും പൂജിക്കുക, പിന്നെ അവിടുത്തെ കഥകളെയും അവിടുത്തെ തത്വങ്ങളെയും പരസ്പരാനുകഥനം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അങ്ങനെയുള്ള നിർമ്മലമാനസന്മാരായ അമലാത്മാക്കളായിരിക്കുന്ന സജ്ജനങ്ങളായ ഭക്തന്മാരുടെ ഹൃദയ ശ്രീകോവിലിൽ ഭഗവാനെ അവിടുന്ന് എപ്പോഴും മിന്നിത്തിളങ്ങുന്നു. അങ്ങനെയുള്ളവർക്ക് കൂടി അങ്ങയെ ആ ഹൃദയകമലത്തിൽ ജ്ഞാനദൃഷ്ടിയാൽ കാണാൻ സാധിക്കുന്നു. എനിക്ക് ആ ജ്ഞാനദൃഷ്ടിയല്ല, ഇപ്പതാ നേരിട്ട് ഈ മാംസചക്ഷുസ് കൊണ്ട് എനിക്ക് അങ്ങയെ കാണാനായിട്ട് സാധിച്ചു. അപ്പോ അവിടുത്തെ മാംസേക്ഷണങ്ങൾ കൊണ്ട് ഈ തരത്തിൽ കാണുന്നു. ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. വളരെ വിശേഷമായിട്ടുള്ള ഒരു വരിയാണ്. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ കർമ്മവിക്ഷിപ്ത ചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപ്യന്ത്യുപേത ഗുണാത്മന. ഹൃദിസ്ഥ അപി, അവിടുന്ന് എന്താണ്? ഹൃദയത്തിലിരിക്കുന്നു. എങ്കിലും കർമ്മവിക്ഷിപ്ത ചേതസാം, കർമ്മങ്ങളിലേക്ക് വിക്ഷിപ്തമായ മനസ്സോടുകൂടിയ ആളുകൾക്ക് അതിദൂരസ്ഥ, അവിടുന്ന് എവിടെയാണ്? വളരെ അകലെയാണ്. ആത്മശക്തിഭി, ആത്മാവിന്റെ ശക്തി കൊണ്ട് ഗ്രഹിക്കപ്പെടാൻ കഴിയാത്തവൻ, ഉപേത ഗുണാത്മന, സ്വീകരിച്ച ഗുണത്തോടുകൂടിയവർക്ക് അന്തികത്തിലാകുന്നു എന്നും പറയുന്നു. അപ്പോ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അവിടുത്തെ അറിയാൻ സാധിക്കാത്തത്, അനുഭവിക്കാൻ സാധിക്കാത്തത്, കാണാൻ സാധിക്കാത്തത്? ചിലർക്ക് ഭഗവാനെ കാണാൻ സാധിക്കണു, മറ്റു ചിലർക്ക് അനുഭവം ഉണ്ടാവണില്ല. എന്താണ് ഇതിന് കാരണം? മനസ്സാണ് ഇതിന് കാരണം എന്നാണ്. പല കർമ്മങ്ങളിലേക്ക് ചുറ്റിത്തിരിയുന്ന മനസ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക്, ആ മനസ്ഥിതിയുള്ള ആളുകൾക്ക് ഭഗവാൻ ഹൃദിസ്ഥനാണെങ്കിലും ദൂരസ്ഥനായിട്ട് തോന്നുന്നു. ഇപ്പൊ ഭഗവാനെ കാണുന്നില്ല. എന്നാൽ ആത്മശക്തികളായ അഹങ്കാരാദികൾക്ക് ആത്മസ്വരൂപത്തെ അറിയാൻ കഴിയില്ല. എപ്പോഴാണോ ഈ അഹങ്കാരം നശിക്കുന്നത്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യകർമാണി. അപ്പോഴാണ് ഭഗവാനെ അറിയാൻ സാധിക്കുക. ശ്രവണകീർത്തനാദികൾ കൊണ്ട് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ, ഭഗവാനെ പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്യുമ്പോൾ, ഭഗവാന്റെ കഥകൾ വേണ്ട പോലെ കേൾക്കുകയും അതിനെ അനുകരിക്കുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മറവുമില്ലാതെ ആ ഭഗവാനെ ഹൃദയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. നമോസ്തുതേധ്യാത്മവിദാം പരാത്മനേ അനാത്മനേ സ്വാത്മവിഭക്തമൃത്യവേ
സ്വകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയെ. അധ്യാത്മവിദാം, ആത്മാവിനെ അറിഞ്ഞ ആളുകൾക്ക്, പരമാത്മാവായും അനാത്മനെ ആത്മാവല്ലാത്തതായും, സ്വാത്മവിഭക്ത മൃത്യവേ ആത്മാവിൽ നിന്ന് വിഭജിക്കപ്പെട്ടവർക്ക് മൃത്യുസ്വരൂപനായും, സകാരണമായും അകാരണമായും, സകാരണാകാരണ ലിംഗം അങ്ങനെയുള്ള ആ ഉപാധിയെ പ്രാപിച്ച ഈഷേ സ്വമായ തൻ്റെ മായ കൊണ്ട് സംവൃതരുദ്ധദൃഷ്ടയെ മൂടപ്പെട്ടവർക്ക് തടസ്സപ്പെട്ട ദൃഷ്ടിയോടുകൂടിയവനുമായ അങ്ങയ്ക്ക് നമ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരമുണ്ടാവട്ടെ. ദേഹം മുതൽ അഹങ്കാരം വരെയുള്ള തത്വങ്ങളെ വേർതിരിച്ചറിഞ്ഞ ആളുകൾക്ക് അവിടുന്ന് പരമാത്മാവാണ്. അവിടുന്ന് അവർക്ക് മോക്ഷം കൊടുക്കുന്നു, കൈവല്യത്തെ നൽകുന്നു. എന്നാൽ ദേഹാദികളാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് ജീവസ്വരൂപനായിരിക്കുകയും അവർക്ക് ബന്ധം നൽകുകയും ചെയ്യുന്നത് അവിടുന്ന് തന്നെയാണ്. ദേഹാദി സംബന്ധമില്ലാത്ത പരമാത്മാവായി അവിടുത്തെ അവരറിയാത്തത് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ബദ്ധരായി തീരുന്നത്. ആത്മാവിൽ നിന്ന് ഭിന്നമായി സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രപഞ്ചരൂപമായിരിക്കുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. കാരണം കാരണത്തോടുകൂടിയ മഹദാദി തത്വങ്ങൾ കാര്യങ്ങൾ, കാരണം പ്രകൃതി, കാര്യങ്ങളെയും കാരണത്തെയും ഉപാധിയായി സ്വീകരിച്ചവൻ, അതിൻ്റെ രണ്ടിൻ്റെയും നിയന്താവ് ഈശ്വരൻ. അതുകൊണ്ട് രണ്ടിൽ നിന്നും വേറിട്ടിരിക്കുന്ന അവിടുന്ന് അതത് സ്ഥാനങ്ങളിൽ അവയെ വ്യാപരിപ്പിക്കുന്നത് കൊണ്ട് സംസാരസ്വരൂപമായതും അവിടുന്ന് തന്നെ, സംസാര ദുഃഖങ്ങൾക്ക് മോചനം നൽകുന്നതും അവിടുന്ന് തന്നെ. അങ്ങയുടെ മായയ്ക്ക് അങ്ങയെ മറയ്ക്കാൻ സാധിക്കില്ല, മറ്റുള്ളതിനെയൊക്കെ മറയ്ക്കാൻ സാധിക്കും. അവിടുന്ന് സംസാരത്തിൽ ബന്ധിക്കപ്പെടാത്തവനാണ്. എന്നാൽ അങ്ങയുടെ മായ കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണ് മറയപ്പെടുമ്പോൾ അങ്ങയെ കാണാനില്ലാതെയാവും. മായയാൽ മറയ്ക്കപ്പെട്ട ജ്ഞാനശക്തിയോടുകൂടിയ ആളുകൾക്ക് ഭഗവാനെ അറിയാൻ സാധിക്കാത്തത് കൊണ്ട് അവിടുന്ന് ഉഭയലിംഗത്തെ ധരിച്ചവനാണ്. അങ്ങനെ ബ്രഹ്മസ്വരൂപനായ അവിടുത്തേക്ക് അനന്തകോടി നമസ്കാരം. സ ത്വം ശാധി സ്വഭൃത്യാന്ന കിം ദേവ കരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷഗോചര. അക്ഷഗോചര എന്നും അക്ഷിഗോചര എന്നും പറയാറുണ്ട്. അക്ഷഗോചരൻ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി ഭവിക്കുക, കണ്ണുകൾക്ക് വിഷയമായി ഭവിക്കുക, അക്ഷിഗോചരൻ ആവുമ്പോൾ. സത്വം ആ അവിടുന്ന് സ്വഭൃത്യാൻ ന ശാധി, അവിടുത്തെ ദാസന്മാരായ ഭൃത്യന്മാരായ ഞങ്ങളെ വേണ്ട പോലെ ശാസിക്കൂ. ദേവ ഭഗവാനെ കിം കരവാമഹേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നൃണാം ഭവാൻ യത് അക്ഷഗോചര, മനുഷ്യർക്ക് അവിടുന്ന് എപ്പോഴാണോ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിത്തീരുന്നത്, ഏതദന്തഃ ഇതാണ് ദുഃഖത്തിന്റെ അവസാനം എന്നാണ്. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിക്കണം. മനുഷ്യർക്ക് ക്ലേശം എപ്പോഴാണ് ഇല്ലാതെയാവുക? അവിടുത്തെ ദർശനം കിട്ടുന്ന സന്ദർഭത്തിൽ. ഇപ്പൊ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം കിട്ടി, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും തീർന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് വീണിങ്ങനെ നമസ്കരിക്കണു. ആനന്ദസ്വരൂപനായ ഭഗവാനെ രണ്ടുപേരും, ആ ഭൂസുരനും അതേപോലെ തന്നെ ഭൂമിപാലനും ബ്രാഹ്മണനും രാജാവും അല്ലെങ്കിൽ ക്ഷത്രിയനും 6 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, തദുക്തമിത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസംസ്തമുവാചഃ ഇതി തദുക്തം ഉപാകർണ്യ. അങ്ങനെ ശ്രുതദേവൻ പറഞ്ഞത് കേട്ടിട്ട് പ്രണതാർത്തിഹ ആശ്രയിക്കുന്ന ശരണാഗതികളുടെ പ്രണിതാക്കന്മാരുടെ ആർത്തിയെ, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണിനാ പാണിം ഗൃഹീത്വ, അദ്ദേഹത്തിന്റെ കയ്യ് തൻ്റെ കൈക്കുള്ളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചും കൊണ്ട് പ്രഹസൻ തം ഉവാചഃ, ചിരിച്ചും കൊണ്ട് ശ്രുതദേവനോട് സംസാരിച്ചു. ശ്രുതികളും പൂജിക്കുന്ന ഭഗവാൻ തൻ്റെ ശ്രുതിമധുരമായ വാക്കുകളെ കൊണ്ട്
ശ്രുതദേവനെ സന്തോഷിപ്പിച്ചും കൊണ്ട് ആ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മംസ്തേനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമുൻമുനിൻ സഞ്ചരന്തി മയാലോകാൻ പുനന്ദ പാദരേണുഭി. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അമൂൻമുനിൻ, ഈ മുനികളെ തേ അനുഗ്രഹാർത്ഥായ, അങ്ങയുടെ അനുഗ്രഹമാകുന്ന പ്രയോജനം അതിനുവേണ്ടി സംപ്രാപ്താൻ, സംപ്രാപിച്ചവരായിട്ട് മനസ്സിലാക്കൂ. വിദ്ധി ലോകാൻ പാദരേണുഭി പുനന്ദഹ, ലോകങ്ങളെ തങ്ങളുടെ പാദരജസ് കൊണ്ട് പരിശുദ്ധരാക്കുന്ന ഈ മുനീശ്വരന്മാര് എന്നോടുകൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മണരിൽ തനിക്കുള്ള ആദരം ഭഗവാൻ കാണിച്ചു തരികയാണ്. ലോകസംരക്ഷണത്തിന് ഭഗവാൻ തനിക്കുള്ളതിനേക്കാൾ അധികം ശ്രദ്ധ ബ്രാഹ്മണരിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഗുരുനാഥന്മാരിൽ ഉണ്ടാവണം. ആരാണ് ബ്രാഹ്മണൻ? അത് കേവലം ഇന്ന ജാതിയിൽപ്പെട്ട ആളല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവർ, സജ്ജനങ്ങൾ. ഇവരുടെ പാദരേണുക്കൾ കൊണ്ട് ലോകത്തെ പരിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഹൃദയസ്ഥനായ എന്നോടുകൂടി ഇവർ സഞ്ചരിക്കുന്നത്. ദേവാ ക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തികാലേന തദപ്യർഹത്തമേക്ഷയാ. ദേവന്മാരും ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും ദർശനം, സ്പർശനം, അർച്ചനം എന്നിവ കൊണ്ട് ശനൈ കാലേന, മന്ദം മന്ദം, വളരെ പതുക്കെ കാലം കൊണ്ട് ലോകത്തെ ശുദ്ധമാക്കുന്നു. പുനന്തി അർഹത്തമേക്ഷയാ, അർഹത്തമന്മാരുടെ ദർശനം അതിനേക്കാൾ വേഗത്തിലാണ് എന്ന് അവിടെ പറയുന്നു. പ്രതിമാദികളിൽ നമ്മൾ പൂജ കഴിക്കുന്ന ദേവന്മാര്, മധുര, അയോധ്യ, കാശി തുടങ്ങിയ പുണ്യക്ഷേത്രങ്ങൾ, ഗംഗ, യമുന, കാവേരി, നിള, പമ്പ തുടങ്ങിയ പുണ്യനദികൾ, ദർശനം, സ്പർശനം, പൂജ ഇതുകൊണ്ട് വളരെ പതുക്കെ ആളുകളെ ശുദ്ധീകരിക്കും. പക്ഷേ പരമജ്ഞാനികളായിരിക്കുന്ന സജ്ജനങ്ങൾ, ബ്രാഹ്മണർ, അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശുദ്ധരായിട്ട് തീരും. അതുകൊണ്ട് ബ്രാഹ്മണർ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. അതിൽ തന്നെ ബ്രാഹ്മണോ ജന്മനാശ്രയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയായുത. സർവേഷാം പ്രാണിനാം, സകല പ്രാണികളിലും വെച്ച് ഈ ലോകത്തിൽ ബ്രാഹ്മണൻ ജന്മനാ തപസാ വിദ്യയാ തുഷ്ട്യാ ശ്രേയാൻ, ജന്മം കൊണ്ടും തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും സന്തോഷം കൊണ്ടും ശ്രേഷ്ഠനാണ്. മത്കലയാ, എൻ്റെ അംശത്തോട് ചേർന്നവരാണ്. അപ്പോൾ പിന്നെ പ്രത്യേകം പറയണമെന്നാണ്. ബ്രാഹ്മണൻ ജന്മനാ ശ്രേഷ്ഠനാണ്. തപസ്, വിദ്യ, സന്തോഷം എന്നീ ഗുണങ്ങളോടുകൂടിയവൻ കൂടുതൽ ശ്രേഷ്ഠനാണ്. അതിൽ തന്നെ എന്നെ ഉപാസിക്കുന്നവനാണെങ്കിലോ അതൊരു മഹാബ്രാഹ്മണനാണെന്നാണ്. അതിനേക്കാൾ ശ്രേഷ്ഠരായിട്ട് ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ഭക്തനായ ബ്രാഹ്മണൻ, എൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്, എന്നെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ. അതുകൊണ്ട് ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠനാണ്. ന ബ്രാഹ്മണാന്മേദയിതം രൂപമേതച്ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. എനിക്ക് ചതുർഭുജം ഏതദ് രൂപം, 4 തൃക്കൈകളോടുകൂടി ഈ രൂപം ബ്രാഹ്മണനേക്കാൾ ദയിതം, ഇഷ്ടമുള്ളതല്ല. അപ്പൊ ബ്രാഹ്മണരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പൊ എന്നേക്കാൾ ഇഷ്ടം വിപ്രഹ, ബ്രാഹ്മണൻ സർവവേദമയ, സകല വേദസ്വരൂപനാണ്. ഞാനോ സർവദേവ സ്വരൂപനുമാണ്. എന്നെ പൂജിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബ്രാഹ്മണ പൂജയാണ്, സജ്ജനങ്ങളെ പൂജിക്കലാണ്, മനുഷ്യരെ പൂജിക്കുന്നതാണ് മാധവന് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ബ്രാഹ്മണൻ സകല വേദസ്വരൂപനാണ്, ഞാൻ സകല ദേവസ്വരൂപനാണ്. ഞാൻ പ്രമേയമാണ്, വേദം പ്രമാണമാണ്. അപ്പോ അറിയിക്കുന്ന പ്രമാണമില്ലെങ്കിൽ അറിയത്തക്കതായിരിക്കുന്ന പ്രമേയം അറിയില്ല. അതുകൊണ്ട് പ്രമാണത്തിന് പ്രമേയത്തെക്കാൾ യോഗ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണാരാധനം സകല ശ്രേഷ്ഠം, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നും ഭഗവാൻ പറയുന്നു. ദുഷ്പ്രജ്ഞ അവിദിത്വൈവം അവജാനന്ത്യസൂയവാ ഗുരും മാം വിപ്രമാത്മാനമർച്ചാദാവിജ്യദൃഷ്ടയാ. അസൂയവ, അസൂയുള്ള ആളുകൾ, ദോഷദർശനമുള്ള ആളുകൾ, ദുഷ്പ്രജ്ഞ, ദുഷ്ടബുദ്ധിയുള്ളവര്, ഇങ്ങനെ
അവിദിത്വ അറിയാഞ്ഞിട്ട് അർച്ചാദവും പ്രതിമാദികളിൽ ഇജ്യദൃഷ്ടയ പൂജ്യബുദ്ധികൾ അതാണ് ശ്രേഷ്ഠം എന്ന് വിചാരിച്ച് ഗുരും മാം ഉപദേഷ്ടാവായും ഞാനായും ആത്മാവായും ഇരിക്കുന്ന വിപ്രം അവജാനന്തി ബ്രാഹ്മണനെ അപമാനിക്കുന്നു. ദുഷ്ടബുദ്ധികൾ പ്രതിമാദികളിലാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് പൂജ്യതാബുദ്ധിയോടുകൂടി വേദജ്ഞാനമുള്ളതിനാൽ ഗുരുവായും എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാനായും ഇരിക്കുന്ന ബ്രാഹ്മണനായും ഇരിക്കുന്ന ആത്മസ്വരൂപനായ ആ ബ്രാഹ്മണനെ അപമാനിക്കുന്നു. ചരാചരമിതം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യാധത്തെ വിപ്രോ മദീക്ഷയാ. ചരാചരം ചരവും അചരവും. ചരാചരം അല്ലേ, ഈ ലോകം ഉണ്ടല്ലോ, അതിൻ്റെ കാരണമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ഭാവങ്ങളുണ്ടോ, ഏ ഭാവാഹ വിപ്രഹ വിപ്രൻ മദീക്ഷയ എൻ്റെ ദർശനം കൊണ്ട് മദ്രൂപാണി ഇതി ചേതസി ആധത്തെ ഇതൊക്കെ എൻ്റെ രൂപങ്ങളാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ബ്രാഹ്മണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സർവാധികത്വം വീണ്ടും വീണ്ടും പറയുന്നു? കേവലം ജന്മം കൊണ്ടല്ല, മറിച്ച് തപസ വിദ്യയ ഭഗവൽ പൂജയ ഇതുകൊണ്ടൊക്കെ ബ്രാഹ്മണനാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മണൻ ഈ ചരാചരാത്മകമായിരിക്കുന്ന ലോകത്തെ, ഇതിന്റെ കാരണമായ മഹദാദി തത്വങ്ങളെ, അതിനൊക്കെ എൻ്റെ സ്വരൂപമായിട്ട് കാണുന്നു. എല്ലാത്തിലും എന്നെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനും ആ ബ്രാഹ്മണനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ സർവാത്മഭാവം ഉള്ളതുകൊണ്ട് ആ ബ്രാഹ്മണൻ സർവാധികനാണ്. ഇതാണ് ഉത്തമ ബ്രാഹ്മണ ലക്ഷണം എന്ന് ഭഗവാൻ പറയുന്നു. തസ്മാൽ ബ്രഹ്മർഷീനേതാൻ ബ്രഹ്മൻ മച്ഛ്രദ്ധയാർച്ചയാ ഏവം ചേതർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂതി ഭൂതിഭി. അതുകൊണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഏതാൻ ബ്രഹ്മഋഷീൻ ഈ ബ്രഹ്മഋഷികളെ മച്ഛ്രദ്ധയ എന്നിലുള്ള ശ്രദ്ധയോടെ അർച്ചയ പൂജിക്കൂ. ഏവം ചേത് ഇങ്ങനെയാണെങ്കിൽ അദ്ധാ അർച്ചിത ഇവിടെ ആ സാക്ഷാത്തായിട്ട് ഞാൻ പൂജിക്കപ്പെട്ടവനായി തീരുന്നു. അന്യഥ നീ അങ്ങനെ അല്ലെങ്കിലോ ഭൂരിഭൂതിഭി വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ട് എന്നെ പൂജിച്ചാലും ഫലമില്ല എന്ന് കാണിക്കണം. ഈ ബ്രഹ്മർഷികളെ എന്നിൽ ഏതൊരു ശ്രദ്ധയാണോ നിങ്ങൾക്കുള്ള അതേപോലെ ഈ ബ്രാഹ്മണരെ പൂജിക്കണം. എന്നിലുള്ള ശ്രദ്ധയോടുകൂടി ഇവരെ പൂജിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ പൂജിക്കപ്പെട്ടവനായി മാറും. ഇനി അതല്ല, ഇവരെ പൂജിക്കുന്നില്ലെങ്കിൽ ഇനി എത്രയൊക്കെ പലതരത്തിലുള്ള ധനാദികൾ കൊണ്ട് പൂജിച്ചാലും ഭൂരിഭൂതിഭി നൈവേദ്യാദികൾ സമർപ്പിച്ചാലും അലങ്കാരങ്ങൾ ചെയ്താലും ഒന്നും ഞാൻ പൂജ സ്വീകരിക്കില്ല. ഭഗവാൻ പറഞ്ഞു. എല്ലാവരും കേൾക്കാനായിട്ട് ശ്രീ ബ്രഹ്മർഷി പറയുകയാണ്. സയിദ്ധം പ്രഭുണാദിഷ്ട സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മഭാവേന മൈഥിലശ്ചാപ സദ്ഗതിം. ഇങ്ങനെ പ്രഭുണ ആദിഷ്ട ഭഗവാനാൽ ആദേശിക്കപ്പെട്ട സ ആ ശ്രുതദേവനും മൈഥില ചാപി മിഥില രാജാവും സഹകൃഷ്ണാൻ ദ്വിജോത്തമാൻ കൃഷ്ണനോടുകൂടിയ ബ്രാഹ്മണ ശ്രേഷ്ഠരെ ആ മുനികളെ ഐകാത്മഭാവേന ഏകാത്മഭാവനയോടുകൂടി ആരാധിച്ചിട്ട് ആ മുനികളെയും ബ്രാഹ്മണോത്തമന്മാരെയൊക്കെ ആരാധിച്ചിട്ട് സദ്ഗതിമാപ അവരൊക്കെ മോക്ഷം നേടി വിഷ്ണുപദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീമഗാൽ. ഭക്തഭക്തിമാൻ ഭാഗവതം വളരെ വിശേഷമായിട്ട് ഭഗവാന്റെ ഒരു വാത്സല്യത പറയുകയാണ്. ഭക്തന്മാരിൽ ഭക്തിയുള്ള ഭഗവാൻ ഈശ്വരൻ പരീക്ഷിത്തെ ഏവം സ്വഭക്തയോ ഇത്തരത്തിൽ തൻ്റെ ഭക്തന്മാരായ രണ്ടുപേർക്കും ശ്രുതദേവനും ബഹുലാശ്വനും സന്മാർഗം ആദിശ്യ സന്മാർഗത്തെ വേദപ്രവൃത്തി മാർഗത്തെ ഉപദേശിച്ചിട്ട് ഉഷിത്വ അവിടെയും കുറച്ചു കാലം താമസിച്ചിട്ട് പുന ദ്വാരവതിയും അഗാത് വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചെത്തി എന്ന്
പറയുന്നു. 2 ഗൃഹങ്ങളിലും ഭഗവാൻ പൂജയൊക്കെ സ്വീകരിച്ചു, അവരുടെ ഗൃഹത്തിൽ താമസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞും കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിലെ ശ്രുതദേവാനുഗ്രഹം എന്ന 86-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 87-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. ഇതിൽ യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനെ വേദങ്ങൾ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? അതുകൊണ്ട് ഈ അധ്യായത്തിന് വേദസ്തുതി അല്ലെങ്കിൽ ശ്രുതിഗീത എന്നാണ് പേര്. സർവവേദമയോ വിപ്ര സർവദേവമയോ ഹി അഹം എന്ന് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു. അപ്പോ പ്രമാണങ്ങളായ വേദങ്ങൾ പ്രമേയമായ എന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് വേദങ്ങൾ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ എന്നേക്കാൾ പൂജ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് നിർത്തുന്നത്. അതേ തുടർന്നുള്ള അതിൻ്റെ ഒരു വിശദമായ വളരെ വിസ്താരമേറിയ ഒരു പ്രഖ്യാപനമാണ് നമുക്ക് നാളെ വേദസ്തുതിയിൽ ഈ ശ്രുതിഗീതയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. വളരെ വിശേഷമായിട്ടുള്ള വരികളാണ് ഇതിൽ. വളരെ പതുക്കെ, വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഓരോ ദിവസങ്ങളിലും നമുക്ക് ഈ ശ്ലോകങ്ങളെ നമുക്ക് മനസ്സിലാവാവുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ആ വേദസ്വരൂപൻ തന്നെയായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭക്തിയോടെ ആദരവോടുകൂടി ഈ അക്ഷരപ്പൂക്കളെ പൊന്നുഗുരുവായൂരപ്പന്റെ ഭാഗവത സ്വരൂപിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.